MLC-യുടെ അഞ്ചാമത്തെ ബിസിനസ് ആണ് MLC റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ്. എന്താണ് MLC റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ്? MLC റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് എന്നത് MLC-യിലെ റിവാർഡ് അടിസ്ഥാനമാക്കിയുള്ള അച്ചീവ്മെന്റ് സിസ്റ്റമാണ്. തങ്ങളുടെ പ്രകടനത്തിലൂടെ നിശ്ചിത റാങ്കുകളിൽ എത്തിയ പാർട്ട്ണർമാർ അവരുടെ വളർച്ചയും വരുമാനവും കൈവരിച്ചു. ഓരോ റാങ്കും ഒരു ഉയർന്ന തലത്തിലുള്ള വിജയത്തെ പ്രതിനിധീകരിക്കുന്നു, കൂടാതെ അതിനൊപ്പം പ്രത്യേക അവാർഡുകളും റിവാർഡുകളും നൽകുന്നു. MLC റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് എങ്ങനെ പ്രവർത്തിക്കും? പാർട്ട്ണർമാർ അവരുടെ ടീമിനെ വികസിപ്പിച്ച് മഥകയുടെ വിവിധ പ്ലാനുകൾ, ഉദാഹരണത്തിന് ഓട്ടോപൂൾ, റീപർച്ചേസ് പ്രോഫിറ്റ് തുടങ്ങിയവ വഴി ലാഭം നേടുന്നു. നിങ്ങളുടെ വരുമാനവും പാർട്ട്ണർമാരുടെ വോള്യവും വിപുലതയും വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സ്വയമേ ഉയർന്ന റാങ്കുകൾക്കായി യോഗ്യത നേടും. ഓരോ പുതിയ റാങ്കും നിങ്ങൾക്ക് ഒരു റാങ്ക് റിവാർഡ് അഥവാ റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് നൽകുന്നു. നിങ്ങൾ എല്ലാ യോഗ്യതാ വ്യവസ്ഥകളും പാലിച്ചതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന 15 തലത്തിലുള്ള റാങ്കിനും റിവാർഡുകൾക്കും അർഹരാകുന്നു. റാങ്കുകളും റിവാർഡുകളും ചുവടെ വിശദീകരിക്കുന്നു. ഒന്നാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 2000 പിവിയും വലതുവശത്ത് 2000 പിവിയും നേടുമ്പോൾ അവർ ബ്രോണസ് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഡ്രസ് ലഭിക്കും. രണ്ടാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 5000 പിവിയും വലതുവശത്ത് 5000 പിവിയും നേടുമ്പോൾ അവർ സിൽവർ റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു മൊബൈൽ ലഭിക്കും. മൂന്നാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 10000 പിവിയും വലതുവശത്ത് 10000 പിവിയും നേടുമ്പോൾ അവർ ഗോൾഡ് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു വാച്ച് ലഭിക്കും. നാലാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 20000 പിവിയും വലതുവശത്ത് 20000 പിവിയും നേടുമ്പോൾ അവർ റൂബി റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ടാബ് ലഭിക്കും. അഞ്ചാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 50000 പിവിയും വലതുവശത്ത് 50000 പിവിയും നേടുമ്പോൾ അവർ പ്ലാറ്റിനം റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ലാപ്ടോപ്പ് ലഭിക്കും. ആറാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 1,00,000 പിവിയും വലതുവശത്ത് 1,00,000 പിവിയും നേടുമ്പോൾ അവർ എമറാൾഡ് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു 2 വീലർ ലഭിക്കും. ഏഴാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 2,00,000 പിവിയും വലതുവശത്ത് 2,00,000 പിവിയും നേടുമ്പോൾ അവർ സാഫയർ റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു കാർ ലഭിക്കും. എട്ടാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 5,00,000 പിവിയും വലതുവശത്ത് 5,00,000 പിവിയും നേടുമ്പോൾ അവർ ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ഗോൾഡ് കോയിൻ ലഭിക്കും. ഒമ്പതാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 10,00,000 പിവിയും വലതുവശത്ത് 10,00,000 പിവിയും നേടുമ്പോൾ അവർ ഡബിൾ ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ട്രിപ്പ് ലഭിക്കും. പത്താം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 20,00,000 പിവിയും വലതുവശത്ത് 20,00,000 പിവിയും നേടുമ്പോൾ അവർ ട്രിപ്പിൾ ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു വില്ല ലഭിക്കും. 11ാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 50,00,000 പിവിയും വലതുവശത്ത് 50,00,000 പിവിയും നേടുമ്പോൾ അവർ റോയൽ ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ടൂർ പാക്കേജ് ലഭിക്കും. 12ാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 1 കോടി പിവിയും വലതുവശത്ത് 1 കോടി പിവിയും നേടുമ്പോൾ അവർ ബ്ലാക്ക് ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ഡയമണ്ട് ലഭിക്കും. 13ാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 2 കോടി പിവിയും വലതുവശത്ത് 2 കോടി പിവിയും നേടുമ്പോൾ അവർ ക്രവൻ റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു പ്ലാറ്റിനം ലഭിക്കും. 14ാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 5 കോടി പിവിയും വലതുവശത്ത് 5 കോടി പിവിയും നേടുമ്പോൾ അവർ അംബാസഡർ റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് 1 കോടി രൂപ വിലയുള്ള വില്ല ലഭിക്കും. അവസാനത്തെ 15ാം റാങ്ക് പാർട്ണേഴ്സ് ഇടതുവശത്ത് 10 കോടി പിവിയും വലതുവശത്ത് 10 കോടി പിവിയും നേടുമ്പോൾ അവർ ക്രവൻ അംബാസഡർ റാങ്ക് യോഗ്യത നേടുന്നു. റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് 1 കോടി രൂപ വിലയുള്ള BMW ലഭിക്കും.